അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഥാർത്ഥ ബുദ്ധിമാൻ ആരെന്നറിയുമോ? നമ്മൾ ബുദ്ധിയില്ലാത്തവനാണ്. വൽ ആജിസു മൻ നത്ബഅ നഫ്സഹവാ. നമ്മൾ ആരെന്നറിയോ? പടച്ചവനെ നമ്മുടെ നഫ്സ് പറയുന്നത് അനുസരിക്കുന്നവരാണ്. പടച്ചവനെ തിന്നാൻ പറഞ്ഞാ തിന്നുകയാണ്. അത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ നോക്കില്ല. ഉറങ്ങാൻ പറഞ്ഞാ ഉറങ്ങുകയാണ്, നടക്കാൻ പറഞ്ഞാ നടക്കുകയാണ്. നമ്മുടെ ശരീരം എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവേ, നമ്മുടെ ശരീരം പറയുന്നത് ഒരിക്കലും നമ്മൾ അനുസരിക്കാൻ പാടില്ല. കള്ളു കുടിക്കുകയാ, വ്യഭിചരിക്കുകയാ, പലിശ തിന്നുകയാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. നിസ്കരിക്കണ്ട, കച്ചവടം ചെയ്താ മതി, അത് ഉസ്താദിന് പറഞ്ഞിട്ടുള്ളതാ, പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്നിട്ട് ഇവനെ ഉപദേശിക്കുമ്പോൾ ഇവൻ പറയുന്ന മറുപടി എന്താ? മന്നതുബ നഫ്സഹു വതമന്നാ അലല്ലാഹ്. കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കവനും പറയുന്ന ഒരു മറുപടിയാ. നിസ്കരിക്കത്തുമില്ല, ഖുർആൻ ഓത്തുമില്ല, പള്ളിക്കകത്തും കയറത്തില്ല, ഒരു നന്മയും ചെയ്യൂല. ഓനോട് ചോദിച്ചാൽ പറയാം അല്ലാഹ് എനിക്ക് സ്വർഗം തരുമെന്ന്. എന്താ പറയാ? അല്ലാഹ് എനിക്ക് സ്വർഗം തരുമെന്ന്. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. എടാ, ബേക്കൽ ടൗണിൽ നിൽക്കുകയാ, കാഞ്ഞങ്ങാടേക്ക് ഒരു ബസ് പോകുന്നുണ്ട്. കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബോർഡ് വെച്ച ഒരു ബസ്സിനകത്ത് കൈ കാണിച്ച് കേറിയിട്ട് ഇവൻ ദുആ ചെയ്യോ, അല്ലാഹുവേ എന്നെ നീ കാസർഗോഡ് എത്തിക്കണേ പടച്ചവനെ. എത്തുവോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്തുവോ? നിങ്ങളെന്തേപ്പാ ഇതിലെ ഈ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടൊരു ബസ് പോകുന്നുണ്ട്, ഹൈവേയിലേക്ക് പോകുന്നതാ. ഇങ്ങോട്ട് പോകുന്ന ബസ്സിനകത്ത് കയറിയിരിക്കുക, ടിക്കറ്റ് എടുക്കാൻ. അപ്പൊ ഇവൻ ദുആ ചെയ്യുന്ന, പടച്ചവൻ എന്നെ ബേക്കൽ ടൗണിൽ എത്തിക്കണേ അല്ലാഹ്. എത്തുവോ? നീ ഒരു ചുക്കും ചെയ്യത്തില്ല, എന്നിട്ട് അള്ളാഹിനോട് പറയും എനിക്ക് സ്വർഗം തരണോന്ന്. തരും. പൊട്ടനല്ലേ അല്ലാഹ്? നിനക്ക് നിസ്കരിക്കാനും വയ്യ, ഖുർആൻ ഓതാനും വയ്യ, നന്മ ചെയ്യാനും പറയാ. നിനക്ക് തോന്നിവാസം പോലെ നടക്കാൻ വേണം, സ്വർഗത്തിൽ പോകാൻ വേണം. പോകും. നിനക്ക് വേണ്ടി അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കണ ചെല്ല്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പൊട്ടനാകരുത്, മന്ദബുദ്ധിയാകരുത്. അല്ലാഹു പറയുക, നീ ചിന്തിക്ക്, ബുദ്ധിയുള്ളവനാകും മോനെ. എടാ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല, എല്ലാരും ചെയ്യും. മലക്കുകളൊന്നുമല്ല, മനുഷ്യന്മാരെ നമ്മൾ. പറ്റിപ്പോകും. അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. നീ ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ലെങ്കിലും പാപത്തിന്റെ ഭാരം ഒന്ന് കുറയ്ക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതം പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ. പക്ഷേ ഈ പ്രയാസമുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? അല്ലാഹ് പറയുകയാ, ഞാൻ തരാം സമാധാനമുള്ള ജീവിതം. തിന്നാ വയറ് നിറയും, കിട്ടുന്ന പൈസ കുറച്ചാണെങ്കിലും മതി. അസൂയയില്ല, ഏഷണിയില്ല, അഹങ്കാരമില്ല, ധിക്കാരമില്ല. അല്ലാഹയെ പേടിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാം. ഒരേ ഒരു നന്മ ചെയ്താൽ മതി. അല്ലാഹ് പറയുകയാ, നിനക്കൊരു നല്ല ജീവിതം വേണോ? ഉസ്താദേ, അവന് മാത്രം അല്ലാഹ് കൊടുത്തു എന്ന് നീ സ്വപ്നം കാണണ്ട. നിനക്ക് നല്ല ഒരു ജീവിതം വേണോ? ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹ് പറയുകയാ, ഒരു സുന്ദരമായ ഒരു ജീവിതം നിനക്ക് ഞാൻ തരാം. സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു നല്ല ജീവിതം ഈ ദുനിയാവിൽ വേണോ? ഞാൻ തരാം. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു നന്മ ചെയ്താൽ അൽഹംദുലില്ലാഹ്, അല്ലാഹ് പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കാം. അംബാനിയാനോ അല്ലടാ, അവനെക്കാളും വലിയ ആനായിട്ട് ജീവിക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനായി ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ലോകത്തിലെ രാജകുമാരന്മാരായി ജീവിക്കണോ? സന്തോഷമുള്ള ജീവിതം വേണോ? നിനക്ക് ഞാൻ തരാം. ഒറ്റ ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യ്. അല്ലാഹു ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അത് ചെയ്തൂടെ? ഇന്നത്തെ രാത്രി മുതൽ ഖുർആൻ എടുക്കണം. 114 സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഇന്ന് മുതൽ ഓതിയിട്ട് വേണം ഉറങ്ങാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ?
ഏത് വേണമെങ്കിലും ഓദിക്കോ, എനിക്ക് നിർബന്ധം. സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ ബഖറയാണ് ഏറ്റവും വലിയ സൂറത്ത്, സൂറത്തുൽ കൗസറ ഏറ്റവും ചെറിയ സൂറത്ത്. ഏത് വേണമെങ്കിലും ഓദിക്കോ. പക്ഷെ അത് ഓതൂല്ലേ, കാണാതെ ഓതരുത്. കാണാതെ എല്ലാവരും ഖുർആൻ ഓതും. ഞാൻ ഉപ്പളയിൽ ഒരു കടയിൽ പോയി, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കച്ചവടമൊന്നുമില്ല ഉസ്താദെ, വലിയ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു, അല്ല അത് തങ്ങന്മാരോട് വല്ലതും ചോദിക്കുക, എനിക്കറിയത്തില്ല. ഇല്ല ഉസ്താദ്, നിങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ പറഞ്ഞു തരണം. അവസാനം ഞാൻ പറഞ്ഞു, യാസീൻ ഓതും. എല്ലാ ദിവസവും ഓതും ഉസ്താദെ, എല്ലാ ദിവസവും ഓതും. ഞാൻ ചോദിച്ചാൽ ആരോതും? മൊബൈൽ ഓതും. ആരോതും? മൊബൈൽ ഓതും. അതുകൊണ്ട് മൊബൈലിന് അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. നിനക്കുണ്ട അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരു സൂറത്ത് ഓതൂല്ലേ? ഓതൂല്ലേ? ഞാൻ പറഞ്ഞു തരട്ടെ ഒരു സൂറത്ത്. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരിക, ഏതുപോലെ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് നിങ്ങൾ ആരെങ്കിലും ഇതിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം. ഇങ്ങനെ ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? സ്നേഹിക്കോ? ഉറക്കപ്പറ ചെറുപ്പക്കാരാ. ഇൻഷാ അല്ലാഹ്. ഏത് സൂറത്ത്? ഖുർആനിൽ 114 സൂറത്തുണ്ട്. 112ാമത്തെ സൂറത്ത് ഏതാ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം. എനിക്ക് 112ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്. ഒദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓതാൻ അറിയോ? ഓതാൻ അറിയോ? ഈ സൂറത്തിനെ സ്നേഹിക്കാവോ? സ്നേഹിക്കാവോ? പ്രതിഫലം എന്താ? സ്വർഗം. ഈ സൂറത്തിനെ സ്നേഹിക്കുന്നവന് സ്വർഗമാണ് പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളുടെ മുമ്പിൽ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിച്ചാലും കുൽഹു അല്ലാഹു ഓതണേ. അങ്ങനെ ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിച്ചാലും ഏത് സൂറത്താ ഓതുന്നേ? വലുതൊന്നും ഓതണില്ല. നമ്മൾ പറയണത് എന്താ? ഞങ്ങളുടെ ഇമാം എപ്പോഴും വലിയ സൂറത്താ ഓതണേ, ചെറുത് ഓതണില്ലത്. അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോ ഈ സഹാബിയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരു പരാതി വന്നിട്ടുണ്ട്, നിങ്ങൾ എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസ് ഓതുന്നു, എന്തേ കാരണം? എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ് നബിയെ, എനിക്കതിനോട് വല്ലാത്ത സ്നേഹമാണ്, ഞാൻ അതുകൊണ്ടാ ഓതണേ. എന്തുകൊണ്ട്? സഹാബി പറയുകയാ, അള്ളാഹയെ കുറിച്ച് പറയുന്നത് കൊണ്ട്, തൗഹീദിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടം, അതുകൊണ്ടാ ഓതണേ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാണ്. നബി തങ്ങളൊന്നും വേണ്ടിയില്ല, ഓതിക്കൊള്ളാൻ പറഞ്ഞു. പൊക്കോളം പറഞ്ഞ സഹാബി പോയി. അപ്പൊ കൂടെ നിന്നവരോട് പറഞ്ഞു, മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സ്നേഹിക്കോ? സ്നേഹിക്കോ? മെസ്സിയെ സ്നേഹിച്ചപ്പോ ഫ്ലക്സ് വെച്ചില്ലേ? നെയ്മറിനെ സ്നേഹിച്ചപ്പോ ഫ്ലക്സ് വെച്ചില്ലേ? അവൻ അവിടെ ജയിച്ചപ്പോ ഇവിടെ തുള്ളിയില്ലേ? അപ്പൊ ഖുർആനിനെ സ്നേഹിച്ചാ പോരാ, ഖുർആൻ ഓതണം. സ്നേഹിച്ചാ ഓതണ്ടേ? നിങ്ങൾ എന്താ പള്ളിപ്പറമ്പ് ഇരിക്കണ പോലെ മയ്യത്ത് പിന്നെ അടക്കാം, പോട്ടെ, അത് വേറെ, കവർ കഴിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഖുർആനിനെ സ്നേഹിച്ചാ ഓതണോ? അപ്പൊ ഈ സൂറത്ത് ഓതണം ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ്. ഓതൂല്ലേ? ഓസിന് ഓതണോ? വേണ്ട, 5 പ്രതിഫലം. എത്ര പ്രതിഫലം? ഈ ഒരൊറ്റ സൂറത്തിന് നിങ്ങൾ പാരായണം ചെയ്താ നിങ്ങൾക്ക് അള്ളാഹു 5 പ്രതിഫലം തരും. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഇരിക്കുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? ഭൂരിപക്ഷം എങ്ങനെ? കൈപൊക്കിക്കേ. പറയണമെന്നുള്ളവര് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണം. 6 അടി മണ്ണിന്റെ പൈസ തന്നിട്ട് ഇന്ന് ഇവിടുന്ന് പോകാവും. അവനവന്റെ കബറിന്റെ സ്ഥലത്തിന്റെ പൈസ തന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 1ാമത്തെ പ്രതിഫലം വിശദീകരിക്കുന്നില്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഈമാനുള്ള ഒരു മരണം. ഇല്ലേ? ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിൽ പോകണമെന്നാണോ? അല്ല, സ്വർഗത്തിൽ പോകണമെന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അള്ളാഹ് അതാ പറഞ്ഞ്, എവിടെ കിടന്ന് വേണമെങ്കിലും നീ മരിച്ചോ, റോഡിലോ വീട്ടിലോ കാട്ടിലോ കടലിലോ ആകാശത്തോ എവിടെ വേണമെങ്കിലും നീ കിടന്നു മരിച്ചോ. പക്ഷെ എങ്ങനെ മരിക്കണം?
എങ്ങനെ മരിക്കണം? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തേ അതിന്റെ പ്രത്യേകത? നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞേ. എന്നാ ഒരാൾ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവൻ സ്വർഗത്തിൽ കേറി എന്നാ പറഞ്ഞത്. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. അവൻ എവിടെ കേറി? ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ എവിടെ കേറി? പറ ചങ്ങതി, എവിടെ കേറി? ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണോന്നാ. സ്വർഗത്തിൽ പോന്നെ എന്തിനാ? സ്വർഗത്തിൽ പോന്നെ എന്തിനാ? അള്ളാഹയെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം, അതുകൊണ്ടാ സ്വർഗത്തിൽ പോന്നെ. അള്ളാഹയെ കാണണമെങ്കിൽ എവിടെ പോകണം? ദുനിയാവ് വെച്ച് കാണാൻ പറ്റുമോ? മസ്തരെ വെച്ച് കാണാൻ പറ്റുമോ? അള്ളാഹയെ കാണണമെങ്കിൽ എവിടെ പോകണം? അതുകൊണ്ടാ അവിടെ പോന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. നിങ്ങൾ ഖുർആൻ ഓത്, നിങ്ങൾക്ക് അള്ളാഹു ഒരു നല്ല മരണം തരും. നല്ല മരണം അള്ളാഹു, ഈമാനുള്ള ഒരു മരണം അള്ളാഹു തരും. അള്ളാഹു നൽകുമാറാകട്ടെ. 2, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രയോ പേരുടെ മയ്യത്ത് കണ്ടിട്ടുണ്ട്. എല്ലാവരുടെ മുഖവും ഓർമ്മ ഉണ്ടോ? ഇല്ല. എന്നാൽ ചില മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇല്ലേ? പറ, ഇല്ലേ? എല്ലാവരുടെ മുഖം ഓർമ്മയുണ്ടാകത്തില്ല, എന്നാൽ ചിലരുടെ മുഖം ഓർമ്മയുണ്ട്. കാരണം ഒരു വല്ലാത്ത പ്രകാശം ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്, ചുണ്ടിൽ പുഞ്ചിരി. ശരിയാ സിറാജ്, നീ പറഞ്ഞത് സത്യമാ. ഇന്ന ഉപ്പാടെ മുഖം കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിള് മഞ്ഞ നിറമായിരുന്നു, വല്ലാത്ത വെളിച്ചം, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരി. സിറാജ് ഉസ്താദ്, എൻ്റെ ഉമ്മാടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പറയാറില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2ാമത്തെ പ്രതിഫലം, നിങ്ങളുടെ മയ്യത്ത് കണ്ട ആരും നിങ്ങളെ മറക്കൂല. അള്ളാഹു ഈമാനുള്ള മരണം തരുമാറാകട്ടെ, അള്ളാഹു ഈമാനുള്ള മരണം തരുമാറാകട്ടെ. മറക്കുവോ? തൂങ്ങി മരിച്ചവന്റെ മുഖം ഓർമ്മ ഉണ്ടോ? കണ്ണും തെളി നിൽക്കാൻ ഓർമ്മയില്ലേ? അതല്ല. ചിലവന്മാരുടെ മുഖം വെളുത്തു സുന്ദരനായിരുന്നു, പക്ഷെ കണ്ടപ്പോ കരിക്കട്ട കറുത്തുപോലിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ സൂറത്തിന് നിങ്ങൾ പാരായണം ചെയ്താൽ 2ാമത്തെ പ്രതിഫലം, നിങ്ങളുടെ മയ്യത്ത് കണ്ടവര് നിങ്ങളെ മറക്കൂല. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല ജീവിതം തരാമെന്ന് അല്ലാഹു പറയുകയാണ്. ഏത് നന്മയാണ് ചെയ്യേണ്ടതെന്നറിയോ? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ ദുനിയാവിലെ രാജകുമാരന്മാരെ പോലെ, നല്ല നേതാക്കന്മാരെ പോലെ സുഖമുള്ള ഒരു ജീവിതം നിനക്ക് വേണോ? സന്തോഷമുള്ള സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് ദുനിയാവിൽ വേണോ? ഈ സദസ്സിലിരിക്കുന്നവര് പടച്ചവനെ സമാധാനമില്ലല്ലോ, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാവരുടെ മുന്നിലും സന്തോഷത്തോടെ നടക്കുന്നുണ്ട്. സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാ സമാധാനമില്ല. പടച്ചവനെ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാ, കച്ചവടമുണ്ടോ? എങ്ങനെയാണ് ബിസിനസ് പോകുന്നത്? ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, പ്രയാസമാണ്, ദുഃഖമാണ് ഉസ്താദേ, വല്ലാത്ത പ്രതിസന്ധിയാണ്, കടമാണ്. പടച്ചവനെ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റുന്നില്ല. അതാത് പള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാ, 9:30 കഴിഞ്ഞോ 10:30 കഴിഞ്ഞോ പോകുന്നില്ലേടാ, കുറച്ചുകൂടെ കഴിയട്ടെ, വീട്ടിൽ പോയാ സമാധാനമില്ല. വീടിനകത്ത് കയറിയാൽ ഇറങ്ങി ഓടാൻ തോന്നുകയാണ്. എങ്ങനെയെങ്കിലും നേരം പെടുത്താ മതിയല്ലോ. പടച്ചവനെ മക്കളെ നോക്കുന്നുണ്ട്, സന്തോഷമില്ല. ഭാര്യയുടെ കൂടെ കിടക്ക
കിടക്കുന്നുണ്ട്, തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. നല്ല വീടായിരുന്നു, സന്തോഷമുള്ള ഭവനമായിരുന്നു, നല്ല ഒരു ജീവിതമായിരുന്നു, കച്ചവടമുള്ള കടയായിരുന്നു, എല്ലാം പോയല്ലോ പടച്ചവനെ. വല്ലാത്ത പ്രയാസമാണല്ലോ, വല്ലാത്ത ദുരിതമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിലും നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ? അല്ലാഹു പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. ഹദ്ദാദ് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വാപ്പാ, നിനക്ക് നന്മ ചെയ്യാൻ പറ്റുമോ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുമോ? ഖുർആൻ ഓതാൻ പറ്റുമോ? സദഖ കൊടുക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ നീ ചെയ്യ്. അല്ലാഹു നിനക്ക് നല്ല ഒരു ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. ഏറ്റവും കുറഞ്ഞത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിനക്കൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നീ തലകുത്തി മറിയാനല്ല പറഞ്ഞില്ല, നീ ഒരുപാട് കഷ്ടപ്പെടാനല്ല പറഞ്ഞില്ല. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒരു 5 മിനിറ്റ് വെച്ച് മാറ്റി വെക്കാൻ പറ്റുമോ? 5 നേരം നീ നിസ്കരിക്കൂ. നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യയെ നിസ്കരിപ്പിക്കണേ, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണേ. നീ ആർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നുണ്ടോ, നിന്റെ വീടിനകത്ത് ആരൊക്കെ കഴിയുന്നവരുണ്ടോ, അവരെ കൊണ്ട് നീ നിസ്കരിപ്പിക്കൂ. അല്ലാഹു നിനക്ക് സമാധാനമുള്ള ജീവിതം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരുപാടൊന്നും വേണ്ട, ഞാൻ ഒരുപാടൊന്നും കുറയുന്നില്ല. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിക്ക്, നിന്റെ ഭാര്യയും നിന്റെ മക്കളെയും നീ നിസ്കരിപ്പിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സദഖകൾ നീ ചെയ്യ്, നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് ചെയ്യ്. ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല വാക്ക് പറ. ലക്ഷങ്ങൾ പള്ളി കെട്ടിക്കൊടുക്കാനോ സ്ഥലം വാങ്ങിക്കൊടുക്കാനോ ഞാൻ പറയണില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യ്. അല്ലാഹ് അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കുക, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കുക, കടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലനക്ക് നിസ്കരിക്കുക, അതിനും പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ കള്ളനക്ക്. ഇതല്ലേ എത്ര അവസരം. അൽഹംദുലില്ലാഹ്. ഒളുവെടുക്കാൻ വെള്ളമുണ്ടോ? ഒളുവെടുത്ത് നിസ്കരിക്കുക. ഇല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഒളുവെടുത്ത് മണ്ണ് കൊണ്ട് തൈമം ചെയ്യുക. പറ്റത്തില്ലേ? വേണ്ട, ഒളുവില്ല, നിസ്കരിച്ചോ. ഡ്രസ്സുണ്ടോ? ഇട്ടുകൊണ്ട് നിസ്കരിക്കുക. ഇല്ലേ? ഇല്ലാതെ നിസ്കരിക്കുക. കിബില അറിയുമെങ്കിൽ കിബിലയുടെ നേരെ നിസ്കരിക്കുക. അറിയില്ലേ? നിനക്കറിയുന്ന ഭാഗത്തോട്ട് നിന്ന് നിസ്കരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. യാത്രക്കാരനാണോ? 2 നിസ്കരിച്ചാൽ മതി. 4 വേണ്ട, 2 നിസ്കരിച്ചാൽ മതി. സുന്നത്തൊന്നും വേണ്ട, 2 റക്അത്ത്. ഇനി ഇല്ലേ അസർ, നീ ജമ്മാക്കി നിസ്കരിക്കുക. അല്ലാഹ് എത്ര നമ്മളോട് കരുണ കാണിക്കുന്നു പടച്ചറബ്. എത്രയോ കരുണ അല്ലാഹ് കാണിക്കണത്. ഇത്രയും വിട്ടുവീഴ്ച അല്ലാഹ് ചെയ്യുന്നില്ലേ? അല്ലാതെ നീ ഇത് മുടക്കാനല്ല പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ ചെയ്യടോ. ഉഹദ് മലയോളം വലിപ്പമുള്ള ഒന്നും വേണ്ട, ഇത്തിരി മതി. കുറച്ചാണെങ്കിലും അത് മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? 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 വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. പൈസ ഉണ്ടോന്നല്ല ചോദിച്ചേ, സുഖമല്ലേന്നാ. ഇതെന്താ പല അഭിപ്രായം. സുഖമാണെന്ന് പറയുന്നവരുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്, തലകുലിക്കവരുണ്ട്, വെട്ടിയിട്ടതുപോലെ ഇരുന്നുകൊണ്ട് മിണ്ടൂല. ഇവിടെ ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാ പറയണ്ടേ? എന്ത് മറുപടിയാ പറയണ്ടേ? മഹാനായ നബിയന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന നബിതങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. ആ സഹാബിയോട് ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, എനിക്ക് സുഖമാണ് നബിയെ. നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരാൾ കയറി വന്നു. ആ ചങ്ങാതി ഓടിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞ മറുപടിയാ പറഞ്ഞേ. ആ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞ മറുപടി ഖൈർ.
ആ ചെറുപ്പ സഹാബി അപ്പൊ നബിതങ്ങളൊന്നും മിണ്ടിയില്ല, ദുആ ചെയ്തില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ല? നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ് കയറി ഒരു ഹാജിയാരെ സുഖമാണോ? അൽഹംദുലില്ലാ സുഖാണ് ഉസ്താദെ. ഉസ്താദ് പറഞ്ഞു അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നോക്കുമ്പോ പുറകിൽ ഒരാൾ വന്നു, പാവപ്പെട്ടവൻ. ആക്കാ നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ് ഉസ്താദെ. ഉസ്താദ് ഒന്നും ദുആ ചെയ്തില്ല. എന്താ എനിക്കില്ലേ? അയാൾക്ക് മാത്രമേ ഉള്ളോ? അയാളോട് ചോദിച്ച അതേ ചോദ്യമല്ലേ എന്നോടും ചോദിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? ഞാൻ കേട്ടില്ല, സുഖമാണോ? ഇങ്ങനെ പറഞ്ഞു പഠിക്കേണ്ടത് കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമില്ല, സമാധാനമില്ല, അടിയും വഴക്കും ബഹളവും അസൂയയും കുശുമ്പുമായി നമ്മുടെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നല്ല ഒരു ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല ഒരു ജീവിതം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ. എല്ലാവരും ചോദിക്കുന്നു, ഉസ്താദെ എന്താ ഉസ്താദെ എൻ്റെ വീട്ടിൽ പ്രയാസം? എൻ്റെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്താ? വീട്ടിൽ പോകാൻ തോന്നുന്നില്ല, തിന്നിട്ട് വയറ് നിറയുന്നില്ല, ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പിനെ പോലെ, മക്കളെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ തോന്നുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നം. ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ആ മൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? വാതിലിന് വല്ല കുഴപ്പമുണ്ടോ? ആരെങ്കിലും വല്ല തകട് കുഴിച്ചു? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഭയങ്കര സിഹ്റ് ചെയ്യൽ ഇവിടെ ഉണ്ട്, ഒന്ന് പ്രസംഗിക്കണമെന്ന്. എന്നെ കൂടെ കബറി കൊണ്ട് കടത്താനായിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടുത്ത വായിക്ക് ചോദിച്ചു, സിഹ്റ് ഇതൊക്കെയാണല്ലോ എല്ലാവരുടെ വിഷയം. കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, കന്നിമൂല ഉണ്ടോ? എല്ലാത്തിനും കന്നിമൂല ഉണ്ട്. പക്ഷെ കന്നിമൂല മാത്രമായി പോകരുത്. നമ്മൾ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ നെഞ്ചത്ത് കയറരുത്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പരിഹരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും ഇന്നത്തോടെ തീരും. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രശ്നവും ഇന്നത്തെ രാത്രിയോടുകൂടി തീരും. എന്നിട്ട് ആ സന്തോഷവും സമാധാനവും നിങ്ങളുടെ വീട്ടിൽ വരും. മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉസ്താദന്മാരല്ല, നിങ്ങളുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ദുആ ചെയ്യും. പോരെ? അവർക്കാകുമ്പോ കൈമടക്ക് കൊടുക്കണ്ടല്ലോ. മലക്കുകൾ ഒരു വീട്ടിൽ വന്ന് ദുആ ചെയ്യും. ഉസ്താദിനെ വിളിക്കാത്ത എന്താ? വിളിച്ചാൽ വല്ലതും കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. മലക്കുകളാകുമ്പോൾ കുഴപ്പമില്ല, അവർ വന്ന് ദുആ ചെയ്തിട്ട് പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ എങ്ങാണ് എന്ന് നോക്കിയ ഒറ്റയടിക്ക് കൊന്നേക്കാൻ തോന്നും. കാരണം ഇത്ര മുടിയുണ്ട്, ഇത്ര മുടി വളർത്തിയിട്ടുണ്ട്, കീറിയ പാൻറ്. അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ഇല്ലേ, വാപ്പ വലിയ മോലാളിയ, മോൻ കീറിയ പാൻറ് ഇട്ട് നടക്കും. ഇതാ നമ്മുടെ അവസ്ഥ. സമാധാനമില്ല, സന്തോഷമില്ല, അടിയും വഴക്കും ബഹളവും പ്രയാസവും. എന്തേ അതിന്റെ കാരണം? നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തോടുകൂടി പരിഹരിച്ചു കൊള്ളണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പൈസ ഒന്നും വേണ്ട, കൺസൾട്ടിങ് ഫീസൊന്നും ഇല്ല. പക്ഷെ അത് ചെയ്തൂടെ? വേണമെങ്കിൽ പറ, ചെയ്തൂടെ? എന്താ പ്രശ്നമെന്നറിയോ? നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. നിങ്ങളുടെ വീടിനകത്ത് പറയടോ, നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട്. ആ കണ്ണുനീര് തുടച്ച നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നീ നശിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് പോയിട്ട് കണ്ണുനീര് തുടയ്ക്കോ? പറയടോ, തുടയ്ക്കോ? അൽഹംദുലില്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഖുർആനുണ്ടോ? എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ടോ? എല്ലാവരുടെ വീട്ടിലുണ്ടോ? ഇന്നത്തെ ദിവസം അത് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണുമ്പിള്ള എടുത്തും ചോദിക്കണം കേട്ടോ. ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കണം, വീട്ടിലിരിക്കുന്ന ഖുർആൻ തൊട്ടിട്ട് എത്ര ദിവസമായെന്ന്. ആരെങ്കിലും മരിക്കണം തൊടണമെങ്കിൽ. ഹദ്ദാദ് പള്ളിക്കകത്ത് കയറി നോക്കിക്കേ, അലമാരിക്കൊക്കെ തടുക്കി വെച്ചിട്ടുണ്ട്. 27 രാവ് ഇറക്കും റമദാൻ വരണം എടുക്കണമെങ്കിൽ. കഴിഞ്ഞ റമദാനിന് വെച്ചതാ, ഇനി അത് എടുക്കണമെങ്കിൽ അടുത്ത റമദാൻ അന്നും എടുത്താൽ മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു വീടിനകത്ത് പരിശുദ്ധമായ ഖുർആൻ ഉണ്ട്. വീട്ടുകാരാ ഖുർആൻ എടുക്കുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. അത് ഏത് രാജാവിന്റെ വീടാണെങ്കിലും
ഒരു വീടിനകത്ത് ആളുണ്ടായിട്ട് വിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ വീട്ടുകാര് കരയും, ആ ഖുർആൻ കരയും. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണ രക്ഷപ്പെടുവോ? നിങ്ങൾ തന്നെ പറ, രക്ഷപ്പെടുവോ? അപ്പൊ മനസ്സിലായോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? ഈ പള്ളി കരയും. എപ്പോഴാണെന്നറിയാമോ? നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന ഈ പള്ളി കരയും. കൊറോണയുടെ സമയത്ത് അനുഭവിച്ചില്ലേ? നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞ നിങ്ങൾ അറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് ഖുർആനുണ്ട്, അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അത് ഹജ്ജിന് പോയപ്പോ 1905 പോയപ്പോ, ഇത് 82 പോയപ്പോ, ഇത് 2000 പോയപ്പോ, ഹജ്ജിന് പോയപ്പോ, ഉംറയ്ക്ക് പോയപ്പോ സൗദിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നതാ. എന്തിനാ? സൂക്ഷിച്ചു വെക്കാൻ. അവിടെ വെച്ചോ, തൊടണ്ട. ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് നിന്നെ ശപിക്കും. അതാടോ നിന്റെ സർവ്വ സന്തോഷവും കെടുത്തിക്കളഞ്ഞത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നീ 50 ലക്ഷമോ 1 കോടി രൂപ കൊടുത്ത് നീ വീട് പണിതു. എന്നാൽ ഈ ഹദ്ദാദിൽ നിന്റെ വാപ്പായും ഉമ്മായും നിന്റെ ചെറുപ്പത്തിൽ ജീവിച്ച ഒരു കുടിലുണ്ടായിരുന്നു. AC ഇല്ല, ബെഡില്ല, മതിലില്ല, കട്ടിലില്ല, പാർപ്പില്ല, ഒന്നുമില്ല, ഒരു കുടില്. ആ കുടിലിനകത്ത് കിട്ടിയിരുന്ന സന്തോഷം നീ പണിത കൊട്ടാരത്തിലുണ്ടോ? സത്യം പറ, ഉണ്ടോ? ഉറക്കെ പറയടോ, ഉണ്ടോ? എന്തുകൊണ്ട്? അതിനേക്കാൾ എല്ലാം ഇതിനകത്തില്ലേ? അതൊരു ചെറിയ ഓലഷെഡല്ലായിരുന്നോ? ഒരു ചെറിയ കുടുംബ വീടല്ലായിരുന്നു? ഒരു ഓടിട്ട വീട്. ആ വീടിനകത്ത് ഒറ്റ റൂം, കാന എല്ലാം അതിനകത്തല്ലായിരുന്നോ? തീറ്റി, കുടി, നിസ്കാരം എല്ലാം അതിനകത്ത് ചാള അടുക്കിയിട്ടിരിക്കണ പോലെ നിരന്ന് കിടക്കും, ഉടുത്ത മുണ്ട് പുതച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നാലും സ്നേഹം, സന്തോഷം, സമാധാനം, കഞ്ഞിയും പയറും കുടിച്ച വയറ് നിറയില്ലായിരുന്നു മനുഷ്യ. എടാ, ഇന്ന് കോടികൾ പണിതിട്ട് ഡബിൾ കോട്ടിലും AC കട്ടിൽ വിട്ടിട്ട് നിനക്ക് കിടക്കാൻ പറ്റുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ആ തറയിൽ പോയി കിടന്നാൽ കിട്ടൂടാ ഉറക്കം. അതിന്റെ കാരണം മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് നിന്റെ ഉമ്മ ഒന്നുപെടുത്ത് നിസ്കാരപ്പായിലിരുന്നിട്ട് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, ഖുർആൻ എടുക്കും, വാഖിയ ഓതും, മുൽക്ക് ഓതും, സജദ ഓതും, റഹ്മാൻ ഓതും, യാസീൻ ഓതും, ദുആ ചെയ്യും. അതായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പെണ്ണുമ്പുള്ള 6:30 നേരെ പോയി TV-യുടെ ഫ്രണ്ടിലിരിക്കും, റിമോട്ട് എടുക്കും, ഏഷ്നെറ്റ്, സൂര്യ, മഴവിൽ മനോരമ നെക്കിക്കൊണ്ടിരിക്കും. ഇതാ പ്രശ്നം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ തിരിഞ്ഞ സത്യം പറ, ഇപ്പൊ തിരിഞ്ഞ. ഇതാണ് നിന്റെ പ്രശ്നം, ഇതാണ് നിങ്ങളുടെ വീടിന്റെ പ്രശ്നം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വഴുത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോക. വെളിയിൽ നിന്ന് തന്നെ ഉതവെടുത്തേരെ, വെളിയിൽ നിന്ന് തന്നെ ഉതവെടുക്കണം. വീടിനകത്ത് കയറിയിട്ട് എവിടെ ഈ ഖുർആൻ? ചിലപ്പോൾ അലമാരിയുടെ അടിയിലായിരിക്കും, TV-യുടെ അടിയിലായിരിക്കും, ചിലപ്പോൾ തട്ടിന്റെ മുകളിലായിരിക്കും. മൂക്കൊന്ന് പൊത്തിയിട്ട് വേണം ഖുർആൻ തൊടാൻ, കാരണം പൊടിയടിച്ചിരിക്കുക. ഒന്ന് പോയി എടുത്ത് അതൊന്ന് തുടച്ചിട്ട് അൽഹംദുലില്ലാഹ് ഒരായത്തെങ്കിലും ഓതിയിട്ട് ഒരു ചുംബനം കൊടുക്കും ഖുർആൻ. എന്നിട്ട് എല്ലാ ദിവസവും അത് കൈ കൊണ്ടൊന്ന് തൊട്ടാൽ മതി, നീ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് മുതൽ എല്ലാ ദിവസവും, ഇന്നലെ സൂറത്തുൽ മുൽക്കിന്റെ പ്രതിഫലം ഉസ്താദ് പറഞ്ഞു, EP ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് എത്ര വലിയ പ്രതിഫലമാണ്. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മൂന്നാമത്തത്, എൻ്റെ ചെറുപ്പക്കാരാ, മോനെ, ഖുർആനിനെ സ്നേഹിക്കാൻ പറ്റുമോ? നീ ഫ്ലക്സും ചുമന്നുകൊണ്ട് നടന്നു ഇങ്ങനെ തെക്ക് വടക്ക്, എന്ത് പ്രയോജനം? ഒരുപാട് ഫ്ലക്സും ചുമന്ന് പക്ഷേ മുടക്കി നടന്നില്ലേ? മൂന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, കാമുകന്മാരെയല്ല, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയൽ നടിമാരെയല്ല, ബേക്കൽ ഹദ്ദാദിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കാൻ എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും കഴിയില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. അത് അല്ലാഹുവിന്റെ കലാമാണല്ലോ, അത് എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ അധികം പേർക്കും ഇന്നത് ഓതാൻ കഴിയാതെ പോയത്. ചിലർക്ക് മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പള്ളിയിലെ മിനാരത്തിൽ ഒരു
ദിവസം വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാ. കേൾക്കേണ്ടവർ ഓടുകയാണ്, മരണ വീട്ടിലേക്ക് ഓടുകയാണ്. കസേര വരുന്നു, ടാർപ്പ് വരുന്നു, ലൈറ്റ് കെട്ടുന്നു, ജനമോടി വരുന്നു. അതാ പാത്രം എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാക്കുന്നു. പടച്ചവനെ, ജനങ്ങളെല്ലാവരും ബേക്കല്ല നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, അപ്പോഴാണ് നിന്റെ ജനാസ എടുക്കുകയാണ്. നിന്റെ ജനാസ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ എല്ലാവരും കൈകോർത്ത് പിടിച്ച് താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി കിടത്തുകയാ. അതാ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടുവന്നു നിന്നെ കുളിപ്പിക്കുകയാണ്. പുതിയ പളയെ കുളിപ്പിക്കുന്നത് പോലെയല്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഇതുപോലെ കുളിച്ചിട്ടില്ല. ഈ രംഗമെന്ന് ഓർമ്മ വരട്ടെ ബാപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഇങ്ങനെ ഒരു ദിവസം വരുവടി നിന്റെ വീടിനകത്ത്. പെങ്ങളെ, നിന്റെ വീടിനകത്ത് ഇങ്ങനെ ഒരു ദിവസം വരികയാണ്. ഒരുപാട് പേരെ കുളിപ്പിക്കുന്നത് കണ്ടവരല്ലേ. അല്ലാഹുവേ, ജനാസ കുളിപ്പിക്കുകയാ. നഖത്തിനടിയിൽ അഴുക്കെടുത്തു മാറ്റി, വിസർജനമെല്ലാം ഉൾഭാഗത്ത് നിന്ന് നജസുകൾ എടുത്തു മാറ്റി മനോഹരമായി കുളിപ്പിക്കുകയാണ്. സുഗന്ധം തേച്ച, സുഗന്ധം കലർത്തിയ വെള്ളമൊഴിക്കുകയാണ്. റബ്ബേ, അതാ കൈകാല് കഴുകിയിട്ട് ഒന്നുപെടുപ്പിക്കുകയാ. അതാ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാണ്. നിന്റെ ജനാസ തുടച്ചു വൃത്തിയാക്കി അതാ വെള്ള തുണിയിൽ പൊതിയുകയാ. പുതിയ ഒരു തുണിക്കകത്ത് നിന്ന് പൊതിയുകയാ. വിളിച്ചു പറയുന്നു, എല്ലാവരും മാറി നിൽക്ക്, ജനാസ കൊണ്ടുവരികയാണ്. അല്ലാ, ജനാസ വീടിനകത്തേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ താങ്ങി പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കൊണ്ടുവരുമ്പോ 3 കഷ്ടം വെള്ള തുണി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തുകയാ. എല്ലാവരും വന്നു, പള്ളിയിലെ ഉസ്താദന്മാര് വന്നു, മയ്യത്ത് കട്ടില് വന്നു, കുടുംബക്കാര് വന്നു, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ആരോ ചോദിക്കുന്നു, എവിടെ പഞ്ഞി, എവിടെ പഞ്ഞി, എവിടെ സുഗന്ധം തേച്ച പഞ്ഞി, എവിടെ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മനോഹരമായി തലബ ഉസ്താദ് പറഞ്ഞു തരികയാ. മൂക്കിന്റെ താരത്തു പഞ്ഞി വെച്ചു. കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ. പൊതിയാൻ പോകുകയാണ്. തിരക്കാവപ്പ. അവസാനമായി നിന്റെ മുഖമൊന്ന് കാണാൻ വീടിനകത്ത് വല്ലാത്ത തിരക്ക് കൂട്ടുകയാണ്. അപ്പോഴാണ് ആരോ വിളിച്ചു പറയുന്നു, സമയമായി, കണ്ടതൊക്കെ മതി പൊതിയ, കണ്ടതൊക്കെ മതി കുഴിച്ചിടണ്ട്, കൊണ്ടുപോയി കബറടക്കണ്ട്, കാണിച്ചോണ്ടിരുന്നാ മതിയോ. അതാ പെട്ടെന്ന് നിന്നെ പൊതിയുകയാണ്. റബ്ബേ, ഹദ്ദാദ് പള്ളിയിൽ നിന്ന് വാഹനം വന്നു, വീടിന്റെ മുറ്റത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. കേറാത്ത വീടില്ലല്ലോ, കിടക്കാത്ത മനുഷ്യരില്ലല്ലോ. ആ മയ്യത്ത് കട്ടിലിൽ നിന്നെ ഇങ്ങനെ താങ്ങിയെടുത്തു മലർത്തി കിടത്തുകയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ആ രംഗമൊന്ന് ചിന്തിക്കു മനുഷ്യ. എന്നലവിളിയല്ലേ. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന സമയമപ്പോഴാ. ഏത് കരയാത്തവനും കരയും, കാണുന്നവര് പോലും കരയും. നിലവിളിക്കുന്ന ശബ്ദമാണ്. ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയമാണ്. അല്ലാഹുവേ,
എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ, എന്റെ ഈച്ചാനെ കൊണ്ടുപോകല്ലേ. എല്ലാവരും നിലവിളിക്കുന്ന സമയം, എല്ലാവരും നിലവിളിക്കുന്ന സമയം അവസാനം മയ്യത്ത് കട്ടിലിൽ എടുത്ത് കടത്തിക്കഴിഞ്ഞു. ഹദ്ദാദിൽ ഒരുമിച്ച് കൂടിയ വാപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇനി 6 പേര് ചുമക്കണമല്ലോ, ഈ മയ്യത്ത് കട്ടിലെടുത്ത് തോളിൽ വെച്ച് ചുമക്കണമല്ലോ. നിന്റെ ജനാസ ചുമക്കുന്നതാരാ? നീ സാധാരണ ആളല്ല, നീ അസാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. നീ അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചവനാ, അള്ളാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിൽ ചേർത്തവനാ, അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്തവനാ. നീ ലോക്കലല്ലടാ പാപ്പാ, നീ ലോക്കലല്ല, നീ VVIP ആണ്, നീ VVIP ആണ്. ശബ്ദം കേൾക്കുന്ന ഉമ്മ, നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും വീടിനകത്തിരുന്ന് സീരിയല് കാണുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് അള്ളാന്റെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത ഉമ്മ, നീ VVIP ആ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, VVIPകൾ മരിച്ചാ കാണാ VVIPകൾ വരുമല്ലോ, പ്രത്യേക ആദരവാണല്ലോ. പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുമല്ലോ, ഒരുപാട് ആദരവുകൾ തരുമല്ലോ. എങ്കിൽ VVIP ആയ നീ മരിച്ചാലും ആ സ്ഥാനം നിനക്ക് വേണമല്ലോ. അതുകൊണ്ട് മയ്യത്ത് ചുമക്കണ്ടതാരാ? കള്ളു കുടിച്ച് നടക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? പലിശ തിന്നുന്നവനാണോ? നിസ്കരിക്കാത്തവനാണോ? അല്ലാഹുവേ, വൃത്തികെട്ടവന്മാരല്ല. നിന്റെ ജനാസ ചുമക്കണമെങ്കിൽ VVIPകൾ വരണമല്ലോ. വരുമടാ ചെറുപ്പക്കാരാ, ഹദ്ദാദിലെ നിന്റെ കുടുംബത്തിലേക്ക്, ഹദ്ദാദിലെ നിന്റെ കൂരയിലേക്ക് വരുമടാ VVIPകള്. എവിടെ നിന്ന് വരുമെന്നറിയോ? പടച്ചവനെ, കേരള പോലീസല്ല വരുന്നത്, മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ MLAമാരോ MP മാരോ സാക്ഷാൽ നരേന്ദ്രമോദിയല്ല വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആര് വരുമെന്നറിയോ? ആകാശത്ത് നിന്ന് സൈന്യമിറങ്ങി വരികയാ, ആകാശത്ത് നിന്നൊരു സൈന്യം വരികയാണ്. ആരുടെ സൈന്യമെന്നറിയോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സൈന്യം ഇറങ്ങി വരികയാണ്. അള്ളാന്റെ മലക്കുകൾ, 70,000 മലക്കുകൾ, 70,000 മലക്കുകൾ ഹദ്ദാദിലെ നിന്റെ കൂരയിലേക്ക് കടന്നു വരുമടാ. വരുന്നതാരെന്നറിയോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, ജീവിതത്തിൽ കള്ളം പറയാത്ത, പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത, ജനനം മുതൽ മരണം വരെ പടച്ച റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ. വരുമടി പെങ്ങളെ, എന്തിനാണെന്നറിയോ? ഹദ്ദാദ് പള്ളിയിലേക്ക് ജനാസ ചുമന്നവരുണ്ടല്ലോ, ജനാസ ചുമന്ന പലരുമുണ്ടല്ലോ. അതാ ചിലരുടെ ജനാസ കൊണ്ടുവരുമ്പോ ആൾക്കാർ ചോദിക്കുന്നു, ഞാൻ ചുമക്കട്ടെ, ഞാൻ ചുമക്കട്ടെ? വേണ്ട, വേണ്ട, വേണ്ട. മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല, ഞാൻ തന്നെ ചുമന്നുകൊള്ളാം. എന്നാൽ ചിലരുടെ മയ്യത്തിന് വല്ലാത്ത ഭാരമാ. മാറി മാറി കൊടുക്കുകയാണ്, തോളുവേദനിക്കുന്നു, മാറി മാറി കൊടുക്കുകയാണ്. കാരണം പഠിക്കടോ, കാരണം പഠിക്കടോ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ, പാരായണം ചെയ്യുന്ന പെങ്ങള്, അള്ളാഹുവിന്റെ മലക്കുകൾ ചുമക്കും പെണ്ണ്, അള്ളാന്റെ മലക്ക് ചുമക്കും ബാപ്പാ. ഇതിനാ മരണമെന്ന് പറയുന്നത്, ഇതിനാണ് മരണമെന്ന് പറയുന്നത്. ഇങ്ങനെയല്ലേ മരിക്കേണ്ടത്, ഇങ്ങനെയല്ലേ മരിക്കേണ്ടത്. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരാള് മരിച്ചാ വീട്ടിലെല്ലാവരും കരയും, അവര് കരയുന്നതെല്ലാവരും കാണും. പക്ഷേ ഒരാള് കരയുന്നത് കാണൂല. ആരെയാണ് കരയിപ്പിക്കേണ്ടതെന്നറിയുവോ? ഹദ്ദാദുകാരോട് പറയുകയാണ്, ആരെയാ
കരയിപ്പിക്കേണ്ടതെന്നറിയോ? ഉമ്മാനയല്ല, ഉപ്പാനയല്ല, ഭാര്യയല്ല, കൂടപ്പറപ്പല്ല, മക്കളല്ല, കൂട്ടുകാരല്ല, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല. ഈ കാണുന്ന പള്ളിയുടെ പുറകില് ഒരു കുഴി വെട്ടുന്ന മനുഷ്യനുണ്ടല്ലോ, നിനക്ക് കബറ് കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന് കബറ് വെട്ടിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യയോട് പറയണമെന്ന് ക്ഷീണമില്ല, കബറിന്റെ പണി പെട്ടെന്ന് തീർന്നോ? ആ കബറ് വെട്ടുന്നവൻ പറയണം, ഇന്ന് കബറിന്റെ പണി പെട്ടെന്ന് തീർന്നോ? ഇന്നെന്താ വല്ലാത്ത സന്തോഷമായിരുന്നു, പടച്ചവനെ അല്ലാതെ പറയരുത് എന്ന് പ്രയാസമാ, വല്ലാത്ത ക്ഷീണമാ. ഇത്തിരി വെള്ളമെടുക്ക് പെണ്ണേ, ഞാനൊന്ന് കിടക്കട്ടെ. പറയടാ ചെറുപ്പക്കാരാ, അതാത് പള്ളിയിൽ കബറ് കുഴിക്കുന്നവന് കരയണമല്ല. ഇവൻ എന്ത് നന്മ ചെയ്തു റബ്ബേ, ഇവൻ എന്ത് നന്മ ചെയ്തു റബ്ബേ. വല്ലാത്ത ഒരു സുഗന്ധമല്ലേ, വല്ലാത്ത ഒരു സന്തോഷമല്ലേ. ഇതിനാടാ മരണമെന്ന് പറയുന്നത്, അല്ലാതെ തമ്മി തല്ലാനുള്ളതല്ല, കൊടിയുടെ പേര് പറഞ്ഞ് തല്ലാനുള്ളതല്ല, പരസ്പരം അപവാദങ്ങളും പരിഹാസങ്ങളും പറയാനുള്ളതല്ല. അല്ലാഹു തന്ന ജീവിതം നിങ്ങൾക്കൊക്കെ അന്തസ്സുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ ഇതുപോലെ മരിക്കും മുസ്ലിമേ. 40 പേര് പറയണം നീ നല്ലവനാണെന്ന്, നിന്റെ മരണം കണ്ടിട്ട് പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. അതാതുകാരോട് പറയുന്നു, വാശി വെക്കടാ ചെറുപ്പക്കാരാ, പെങ്ങളെ വാശി വെക്ക് പെങ്ങളെ. മയ്യത്ത് കണ്ടിട്ട് പോകുന്നവര് പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു മരണത്തിന് വേണ്ടി പരിശ്രമിക്കൂ. അതുകൊണ്ട് സ്നേഹിക്കുമോ നിങ്ങൾ ഖുർആന്? ഞാൻ പറഞ്ഞതല്ല, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമായത് 30ാമത്തെ വയസ്സിൽ, മുസ്ലിമായത് 30ാമത്തെ വയസ്സിൽ, മരണപ്പെട്ടത് 36ാമത്തെ വയസ്സിൽ. 60 കൊല്ലം ജീവിച്ചില്ല വാപ്പ, 6 വർഷം 6 കൊല്ലമേ ജീവിച്ചുള്ളൂ. പെങ്ങളെ 60 കൊല്ലമൊന്നും ജീവിച്ചില്ല പെങ്ങളെ, 6 കൊല്ലമാണ് ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായി ജീവിച്ചത്. പക്ഷേ ഈ 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങിയടാ. ഇതിനാടാ ജീവിതമെന്ന് പറയുന്നത്. നിന്നെ പോലെ 40ഉം 50ഉം കൊല്ലമൊന്നും ജീവിച്ചില്ല, 6 കൊല്ലം ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാന്റെ സിംഹാസനം കുലുങ്ങി. എന്തൊരു ജീവിതമാണെന്ന് ചിന്തിക്കടാ. ഇതിനാ മോനെ ജീവിതമെന്ന് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാന്റെ അർശ് കുലുങ്ങിയല്ലോ. മയ്യത്ത് കണ്ടവർ പറയുകയാ, മയ്യത്ത് കണ്ടവർ പറയുകയാ, ഉറങ്ങുകയാണോ സഅദേ? എന്തൊരു ചിരിയാടാ സഅദേ, എന്തൊരു പ്രകാശമാ സഅദേ. കൊതി തീരുന്നില്ല സഅദേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ പറയുകയാണ്, റബ്ബേ ജനാസ പൊതിഞ്ഞോ, മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. ജനാസ ചുമക്കുമ്പോ, ജനാസ ചുമന്നു കൊണ്ടുപോകുന്നവര് പറയുന്നു, ഭാരമില്ല ഭാരമില്ല ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. പരസ്പരം പറയുകയാ, പരസ്പരം പറയുകയാ. സഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരല് കുത്തികെട്ട് പതുക്കെ പതുക്കെ നടക്കുകയാണ്. നിബിതങ്ങള് കാലിന്റെ തള്ളവിരല് കുത്തികെട്ട് നടക്കുകയാണ്. സ്വഹാബത്തിന് അത്ഭുതമാവുകയാ, സ്വഹാബത്തിന് അത്ഭുതമാവുകയാ. അവര് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ, എന്തേ നബിയേ തള്ളവിരല് കുത്തികെട്ട് നടക്കുന്നത് എന്തേ നബിയേ? സഹാബാ
സ്ഥലമില്ല സ്വഹാബ, സ്ഥലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബ. കാലുകുത്താ സ്ഥലമില്ല സഹാബ. ചെറുപ്പക്കാരാ, ഈ ഹദ്ദാദ് പള്ളി മുഴുവനും നിറയണമടാ. ഈ പള്ളിയുടെ മുകളും താഴെയും പുറം പള്ളിയും ഈ പള്ളിയുടെ പരിസരം മുഴുവനും നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ നിറപ്പിക്കണം ചെറുപ്പക്കാരാ. എന്റെ പെങ്ങള്, അള്ളാന്റെ 70,000 മലക്കുകൾ ഈ പള്ളിക്കകത്ത് വരണം നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ, നിന്റെ മയ്യത്ത് ചുമക്കാര്. ഇതിനല്ലേടാ മക്കളെ മരണമെന്ന് പറയുന്നത്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ നബി തങ്ങളെ തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാ. നിങ്ങളെ ചരിത്രമെടുത്ത് വായിക്കടോ. ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാ. ഖബറിനകത്ത് വല്ലാത്ത സുഗന്ധമാ. ഓരോ ഖബർ താഴും തോറും സുഗന്ധമടിക്കുകയാണ്. ഖബർ കുഴിയെല്ലാം കഴിഞ്ഞോ അവസാനം വൃത്തിയാക്കുമല്ലോ, ഖബറിനടിയിൽ വൃത്തിയാക്കുമല്ലോ. ആ ഖബറിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരുകയാണ്. ആരും കാണാതെ മടിയിൽ വെക്കുകയാ, ആരും കാണാതെ മടിയിൽ വെക്കുകയാ. റബ്ബേ, ഖബറടക്കിയിട്ട് പിരിയുകയാണ്. വീട്ടിലേക്ക് ചെന്നോ ആ മണ്ണെടുത്ത് സൂക്ഷിച്ചു വെച്ചു. രാത്രിയാകുമ്പോ സുബ്ഹാനല്ലാഹ്, വീടിനകത്ത് വല്ലാത്ത പരിമളമാ, വീടിനകത്ത് വല്ലാത്ത പരിമളമാ. റബ്ബേ, എവിടെ നിന്നാണ് റബ്ബേ ഈ സുഗന്ധമടിക്കുന്നത്? എവിടെ നിന്നാണ് റബ്ബേ? സഅദ് തങ്ങളുടെ ഖബർ കുടിച്ച മനുഷ്യനെ തിരയുകയാണ്. ചെന്ന് നോക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ഖബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. റബ്ബേ, ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, സഅദ് എങ്ങനെയാ മോനെ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ മോനെ? നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ. സഅദേ, നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, നബി തങ്ങളെ തള്ളവിരല് കുത്തിയിട്ട് നടക്കുന്നല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, നിന്റെ ഖബറിലെ മണ്ണിനു പോലെ സുഗന്ധമായിരുന്നല്ലോ സഅദേ. എങ്ങനെയാ മോനെ, എങ്ങനെയാ മോനെ? നിനക്ക് വേണ്ടി ഖബർ കുടിച്ചു തന്നവനാണ് ഞാന്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? സഅദ് തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു, സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു, അതിനു പകരം അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്മ ചെയ്യണേ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചോ, പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്തോ. അല്ലാഹുവേ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്.